Hi dear students, Scheme 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിന് മുൻപായി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നിങ്ങൾ OBC or OEC കാറ്റഗറിയിലെ സ്റ്റുഡന്റ് ആണ് എങ്കിൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിനായുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ പക്കൽ നിന്നും കളക്ട് ചെയ്യേണ്ടതാണ്. അടുത്തതായി നിങ്ങൾ SC or ST കാറ്റഗറിയിലെ സ്റ്റുഡന്റ് ആണ് എങ്കിൽ തഹസിൽദാരുടെ പക്കൽ നിന്നും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത്. മൂന്നാമതായി നിങ്ങൾ നോൺ ക്രീമി ലെയർ ഉൾപ്പെടാത്ത എന്നാൽ OEC കാറ്റഗറിയിൽ ഉള്ളവരാണ് എങ്കിൽ വില്ലേജ് ഓഫീസറുടെ പക്കൽ നിന്നും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് വെക്കണം. അടുത്തത് SC, ST, OEC കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത എന്നാൽ ഫീ കൺസെഷൻ അല്ലെങ്കിൽ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വില്ലേജ് ഓഫീസറുടെ പക്കൽ നിന്നും ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കേണ്ടതാണ്. അടുത്തത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ജനനസ്ഥലം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നേറ്റിവിറ്റി പ്രൂഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കേണ്ടതാണ്. അടുത്തതായി ജനറൽ കാറ്റഗറിയിലുള്ള എക്കണോമിക്കലി വീക്കർ സെക്ഷൻ സ്റ്റുഡൻസിന് EW സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും വാങ്ങി വെക്കണം. അടുത്തത് നിങ്ങളുടെ പേരൻസ് ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തിരിക്കുന്നവരാണ് എങ്കിൽ അവരിൽ ഒരാൾ SC അല്ലെങ്കിൽ ST കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരാണ് എങ്കിൽ ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് തഹസിൽദാരുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യണം. ഇനി അവരിൽ ഒരാൾ OEC അല്ലെങ്കിൽ OBC കാറ്റഗറിയിലാണ് എങ്കിൽ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നുമുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങേണ്ടത്. അടുത്തത് നിങ്ങൾ സെൽഫ് ഫിനാൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജസിലാണ് അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ ഉൾപ്പെട്ടവരാണ് എങ്കിൽ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങേണ്ടത്. അവസാനമായി നിങ്ങൾ NRI കോട്ടയിലാണ് അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ NRI പ്രൂഫ്സ് ആയിട്ടുള്ള എംബസിയിൽ നിന്നുമുള്ള വിസ അല്ലെങ്കിൽ പാസ്പോർട്ടൊക്കെയാണ് ഹാജരാക്കേണ്ടത്. സോ എല്ലാവരും കൃത്യമായി ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക. താങ്ക്